ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. ശ്രീ അരുൺകുമാറിന്റെ IHRD ഡയറക്ടർ പോസ്റ്റിലേക്കുള്ള യോഗ്യതയെക്കുറിച്ച് ഹൈക്കോടതി സ്വയമേവ ഒരു കേസെടുത്തുവെന്ന വാർത്ത വരുന്നുണ്ടല്ലോ. ശ്രീ അരുൺകുമാറിനെതിരെയുള്ള നിയമ പോരാട്ടം തുടങ്ങുന്നതിന് എന്തായിരുന്നു കാരണം? ശ്രീ അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിനെതിരെ ആദ്യം ആരോപണം ഉയർത്തിയത് അന്തരിച്ച നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു. അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ച ആരോപണങ്ങളെപ്പറ്റി അന്ന് ശ്രീ അച്യുതാനന്ദൻ ഒന്നും സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ അടുത്ത ഇലക്ഷന് ശേഷം ശ്രീ ഉമ്മൻചാണ്ടി ഉന്നയിച്ച ആരോപണങ്ങളെപ്പറ്റി നിയമസഭയിലും ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഞാൻ ഈ വിഷയം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹർജിയായിട്ട് കൊടുക്കുന്നു. ആ കേസിൽ വളരെ വ്യക്തമായിട്ട് ഉള്ള നിയമലംഘനം CAG റിപ്പോർട്ടിലുണ്ടായിരുന്നു. CAG റിപ്പോർട്ടിന്റെ ബേസിലാണ് ആ കേസ് ഞാൻ വിജിലൻസ് കോടതിയിൽ കൊടുക്കാൻ കാരണം. ആ കേസിൽ വളരെ വ്യക്തമായ ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് ഫിനിഷിംഗ് സ്കൂൾ, അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള ഫിനിഷിംഗ് സ്കൂൾ തുടങ്ങാനുള്ള തുക അന്നത്തെ IT മിനിസ്റ്റർ ആയിരുന്ന ശ്രീ അച്യുതാനന്ദന്റെ വകുപ്പിലാണ് ആ തുക അനുവദിച്ചത്. ഈ ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളിന്റെ ഏതോ ഉപവിഭാഗമായിട്ട് വിചാരിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ആ പൈസ, ആ തുക സ്കൂൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലോട്ട് കൈമാറ്റം ചെയ്തു. മാത്രമല്ല, ആ ഫിനിഷിംഗ് സ്കൂളിന്റെ ഡയറക്ടറായിട്ട് ഈ IT മിനിസ്റ്റർ ആയിരുന്ന അച്യുതാനന്ദന്റെ മകനെ തന്നെ നിയമിക്കുകയും ചെയ്തു. അതിനകത്തുള്ള യോഗ്യതയെ പറ്റിയിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്ന വിവാദം. ഇത് ഞാൻ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഞാനിത് ഒരു ഹർജിയായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു. ആ നിയമനത്തിൽ താങ്കൾ എന്ത് തെറ്റാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്? അതില് വ്യക്തമായ ഒരു അഴിമതി നടന്നിട്ടുണ്ട്. അതായത് സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ തുക കൈമാറിയ രീതി അത് ക്യാബിനറ്റിലെ വച്ചൊരു തീരുമാനമായിട്ടല്ല അത് പോയത്. അത് തന്നെയാണ് അതിനകത്തുള്ള അഴിമതിയുടെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു തെളിവ്.